ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. സൗണ്ട് എല്ലാം വീണ്ടും പഴയതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് ഇനിയും കാണാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങി ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടുള്ള എക്സുമ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് വെറുതെ പറയല്ല, ഈ ഒരു രീതിയിലുള്ള ഹൊറർ മൂവി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മൾ ഇത്രയും നാളും കണ്ട മൂവീസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ്. അതുപോലെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൂവിയിലെ ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം വേറെ ഒന്നും കണ്ടല്ല, ഇതിൽ സബ് ടൈറ്റിലുണ്ട്. എന്നിരുന്നാലും പകുതി ഭാഗവും ജാപ്പനീസിലാണ് വരുന്നത്. ഞാനത് അല്ലാതെയും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ സ്റ്റോറി ഫുള്ളായിട്ടൊന്നുമല്ല, ചെറിയ ചില ഭാഗങ്ങൾ മാത്രം എനിക്ക് മനസ്സിലായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. ഓക്കെ, ശരി, ഇനിയും അധികമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ഹ്വാരിൻ, അതേപോലെ തന്നെ ഹീറോയിന് ഒരു സഹായിയുണ്ട്. അവൻ എന്തായാലും നമുക്ക് ജെയിംസ് എന്ന് വിളിക്കാം. ഇവർ രണ്ടുപേരും ഇപ്പോൾ കൊറിയയിൽ നിന്നും നേരെ അമേരിക്കയിലേക്ക് പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഇപ്പോൾ കാണിക്കുമ്പോൾ രണ്ടുപേരും നേരെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അതിനകത്ത് കയറുന്നതും ഒരു കുഞ്ഞിൻ്റെ റൂമിലേക്ക് ഇവർ രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുപോകുന്നതും എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കുഞ്ഞിന് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് വിട്ടുമാറാത്തൊരു അസുഖമുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോയിനെയും ജെയിംസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല. ഇവർ രണ്ടുപേരും ഈ മന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ വെച്ചിട്ട് ചികിത്സിച്ച് നോക്കിയിട്ടും ഈ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാവാത്തത് കൊണ്ടാണ് ഇവരെ വിളിച്ചത്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ജെയിംസും ആ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് കുഞ്ഞിനെ നല്ല രീതിയിൽ പരിശോധിച്ചിട്ടാണ് ഹീറോയിൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുത്തശ്ശനുണ്ടല്ലേ, അയാളാണെങ്കിൽ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നു. അയാളുടെ ശാപമാണ് ഈ ഒരു കുഞ്ഞിന് എന്ന് പറയുന്നതും ആ ഒരു ലേഡി പെട്ടെന്ന് അവരുടെ ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങളുടെ അച്ഛനെ പറ്റിയാണ് അവർ പറയുന്നത് എന്ന് പറയുന്നതും ഇവർ പറയും, സോറി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയില്ല, മരിച്ചു പോയിട്ട് നാട്ടിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതുമല്ല അവിടെ ഇപ്പോൾ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ചേട്ടനാണ്. നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്കത് വിശദമായിട്ട് പറഞ്ഞു തരും എന്നിങ്ങനെ പറയുന്നതും ഇവർ രണ്ടുപേരും നേരെ വീണ്ടും കൊറിയയിലേക്ക് തന്നെ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മുത്തശ്ശൻ മരിച്ചിട്ട് ആ ഒരു മുത്തശ്ശൻ്റെ എന്തോ ശാപം കാരണം അല്ലാന്നുണ്ടെങ്കിൽ അടക്കം ചെയ്തപ്പോഴത്തേക്കും കർമ്മങ്ങളൊന്നും കറക്റ്റായിട്ട് നടത്തിയിട്ടില്ല. ഇതിനെന്തോ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു കുഞ്ഞിന് ഈ ഒരു അസുഖം വിട്ടു മാറാത്തതെന്നാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് ഇവർ നേരെ കൊറിയയിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, അച്ഛൻ്റെ കല്ലറയുള്ളത് ഞങ്ങളുടെ തന്നെ കുറച്ച് അകലെയായിട്ടുള്ള സ്ഥലത്താണ്. അല്ല, നിങ്ങളത് ഒറ്റയ്ക്കാണോ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഏയ് ഒരിക്കലും ഞങ്ങൾ ഒറ്റയ്ക്കല്ലാതെ ചെയ്യുന്നത്, ഞങ്ങളോടൊപ്പം വേറെ രണ്ടുപേരും കൂടി കാണും എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുന്നത്. അവിടെയുള്ളത് ഹീറോയും ഹീറോയുടെ സുഹൃത്തായുള്ള ജോണും. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്യുന്നതും ഇതേപോലെ ഈ പഴയ ശവക്കല്ലറയും മറ്റു കാര്യങ്ങളെല്ലാം തുറന്ന് അതിലടക്കം ചെയ്തിരിക്കുന്ന ആൾക്ക് കറക്റ്റായിട്ടുള്ള കർമ്മങ്ങളൊന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ചെയ്യുക. ആ ഒരു കുടുംബത്തിൽ ശാപമോ അല്ലെങ്കിൽ ഈ ഒരു ആത്മാക്കളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം തീർത്തു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഹീറോയിൻ. അതുകൊണ്ടാണ് തൻ്റെ പ്രൊഫസറിനെയും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹീറോയിൻ സഹായത്തിനായിട്ട് വിളിച്ചത്. അങ്ങനെ ഹീറോ അവിടെ വരുന്നതും ആദ്യം തന്നെ അവിടെയുള്ള ആ ഒരു മണ്ണെടുത്ത് രുചിച്ചു നോക്കും. അതെന്തിനാണെന്നല്ലേ, കാരണം ഈ ഒരു സ്ഥലത്ത് അമാനുഷികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണെടുത്ത് രുചിച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവർ ആ ഒരു കുടുംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു കുഴി തോണ്ടിയിട്ട് ആ ശവപ്പെട്ടി എടുത്ത് ആ ഒരു ശവപ്പെട്ടി തുറക്കുകയും ചെയ്യാണ്. അങ്ങനെ തുറക്കുമ്പോഴത്തേക്കാണ് ജോൺ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഇതിനകത്ത് എന്തിനാ ഈ ലോകപാത്രങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു സ്വർണ്ണ വളയുണ്ട്, അതാരും അറിയാതെ എടുത്ത് പോക്കറ്റിലേക്കും വെക്കും. അങ്ങനെ ആ ഒരു മുത്തശ്ശൻ്റെ അസ്ഥിയെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ കുടുംബത്തിലെ എല്ലാവരെയും മുന്നിൽ നിർത്തി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു പയ്യൻ മാത്രമേ കരയുന്നു. അപ്പോൾ ആരാ കരയുന്നതെന്ന് ചോദിക്കുന്നതും ആ ഒരു മുത്തശ്ശി ഏറ്റവും ഇഷ്ടമുള്ളൊരു പയ്യനായിരുന്നു, കൊച്ചുമകൻ. അവൻ നിന്നിട്ട് ഇങ്ങനെ കരയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരോടും ഒരു തവണ കൂടി കർമ്മങ്ങളെല്ലാം കറക്റ്റായിട്ട് നടത്താൻ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ഹീറോ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അവസാനം മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഭൂമിയിലേക്ക് തന്നെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ശരീരഭാഗങ്ങൾ വീണ്ടും മണ്ണിനടിയിൽ ജീവിക്കാൻ തുടങ്ങും. ഇതൊരു ചക്രമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജനിക്കുക, ജീവിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, ജീവിക്കുക, മരിക്കുക, ഈ ഒരു രീതിയിൽ. ഇതിനിടയിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നതും ചിലർക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ കൊറിയയിലെ ആളുകളിൽ 1% ആളുകളും ഇത്തരം വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ജോൺ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഇന്നത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനും ജെയിംസും അതിനകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ഹീറോയിൻ ഇവിടെ കണ്ടിട്ട്,
ഏയ് മാസ്റ്റർ 3 കൊല്ലമായി നമ്മൾ കണ്ടിട്ട്, അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. ശരി എങ്ങനെ പോകുന്നു, സുഖമല്ലേ എന്നെല്ലാം ചോദിച്ച് ഇപ്പോൾ ഹീറോയിൻ ഇവിടേക്ക് വരാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ആ ഒരു കല്ലറ പൊളിച്ച് ശവപ്പെട്ടി തുറന്ന് വീണ്ടും ആ ഒരു ചടങ്ങ് ചെയ്തിട്ടും അമേരിക്കയിലുള്ള ആ ഒരു കുട്ടിക്ക് ഇപ്പോഴും ആ ഒരു അസുഖത്തിന് ഒരു കുറവുമില്ല. പകരം ആ ഒരു വീട്ടുകാർ പറഞ്ഞത് എന്താണെന്നറിയോ, അവരുടെ കുടുംബത്തിൽ മറ്റൊരു മുത്തശ്ശനുണ്ട്. ആ ഒരു മുത്തശ്ശൻ്റെ പിതാവിനെയും ഈ നാട്ടിലൊരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടായിരിക്കോ, അതുകൊണ്ട് ആ ഒരു കല്ലറ പൊളിച്ച് ഒരു തവണ കൂടി ഈ ഒരു ചടങ്ങ് ചെയ്യണമെന്ന് ഹീറോയിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഹീറോയിൻ ഇപ്പോൾ വീണ്ടും ഹീറോയെ കാണാനായിട്ട് വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഇവരെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ ഒരു സ്ഥലമാണെങ്കിൽ ഒരു വലിയ മലയുടെ മുകളിലാണുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആ ഒരു ഗേറ്റ് എല്ലാം അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അകത്തേക്ക് വണ്ടി പോകും തോറും നമ്മുടെ ഹീറോയ്ക്ക് അത് നല്ലതായിട്ട് തോന്നില്ല, ആ ഒരു കാലാവസ്ഥയും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടിട്ട്. അങ്ങനെ അവർ കുറേ ദൂരം പോയിട്ട് ആ ഒരു കാർ അവിടെ നിർത്തി പിന്നീട് കുറേ ദൂരം മുകളിലേക്ക് നടന്നു വേണം പോകാനായിട്ട്. അങ്ങനെ എല്ലാവരും നടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിൻ ആ ഒരു ചുറ്റുപാടെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കുന്നു. അതേ സമയം കാണിക്കുമ്പോൾ ഒരുപാട് കുറുക്കന്മാർ ഈ ഒരു സ്ഥലത്തുണ്ട്. ഇവരെ കാണുന്നതും വല്ലാത്ത രീതിയിൽ ഒച്ച ഉണ്ടാക്കിയിട്ട് ആ ഒരു കുറുക്കന്മാരെല്ലാം അകത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, പ്രൊഫസർ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ കൊറിയയിലെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും ഇത് എന്നെല്ലാം പറഞ്ഞ് ഇവർ നേരെ ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് വരും. കല്ലറയുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഹീറോ പെട്ടെന്ന് താഴെയുള്ള ആ ഒരു മണ്ണെടുത്ത് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതത്ര നല്ലതായിട്ട് തോന്നില്ല. ആ ഒരു മണ്ണുടനെ തുപ്പിക്കളയാണ്, കാരണം ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതേസമയം നമ്മുടെ ജോൺ നേരെ ആ ഒരു മലയുടെ ഒരറ്റത്തേക്ക് ചെന്നിട്ട്, ഹേയ് ആ ഒരു വശത്തേക്ക് നോക്ക്, അവിടെയാണ് ഉത്തര കൊറിയ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ ഇത് ബോർഡർ ഭാഗമാണല്ലേ എന്നിങ്ങനെ പറയുന്നതും ഇവർ നിൽക്കുന്നത് ദക്ഷിണ കൊറിയ, അത് ഉത്തര കൊറിയയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അതിർത്തി ഭാഗത്തായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ഹീറോ ആയാലും ഒരുപാട് നേരം അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റിന് നോക്കിയിട്ട് നേരെ അയാളുടെ അടുത്തേക്ക് വന്ന്, ഈ ഒരു കുടുംബത്തിലെ മെയിൻ ആയിട്ടുള്ള ആളുണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലം ആരെങ്കിലും പറഞ്ഞു തന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ എൻ്റെ അച്ഛനെ ഒരു സന്യാസി പറഞ്ഞു കൊടുത്ത സ്ഥലമാണിത്, ഈ ഒരു സ്ഥലത്ത് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സന്യാസി അച്ഛനോട് പറഞ്ഞത്, അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ടത് എന്നിങ്ങനെ പറയുന്നത്. അല്ല എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം? അപ്പോൾ അവൻ പറയും, ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് കൊള്ളക്കാരുണ്ടായിരുന്നു, ഈ ധനികരായിട്ടുള്ള ആളുകളെ കുഴിച്ചിടുമ്പോഴത്തേക്കും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ശവപ്പെട്ടിയിൽ കൂടെ വെക്കുമല്ലോ, അത് മോഷ്ടിക്കാനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കള്ളന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ പേടിച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് കുഴിച്ചിടാനായിട്ട് ആ ഒരു സന്യാസി പറഞ്ഞത് എന്ന് പറയുന്നതും നമ്മുടെ ഹീറോ കുറച്ചു നേരം അവനെ നോക്കിയിട്ട് നേരെ അവരുടെ അടുത്തേക്ക് വന്നിട്ടാണ് കുറച്ചു നേരം അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ജെയിംസ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇവിടെ എന്തെങ്കിലും വിചിത്രമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടാതെ നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ സോറി, എനിക്ക് ഇത്തവണ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, സാർ എന്തു പറ്റി, നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ, ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടാതെ നേരെ അവൻ്റെ കാറിലേക്ക് കയറിയിരിക്കും. അപ്പോഴേക്കും ജോൺ പുറകെ വന്നിട്ട് കാറിനകത്തേക്ക് കയറിയിട്ട്, ഹേയ് നിനക്ക് എന്തു പറ്റി, ഇത്രയും നല്ലൊരു ചാൻസ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം തന്നെ മാറും, കാരണം അവരാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പണം തരും, ഈ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നതും ഹീറോ പറയും, ഏയ് ഒരിക്കലും എന്നെ കൊണ്ട് അത് കഴിയത്തില്ല, കാരണം ആ ഒരു ശവക്കുഴിയിൽ നമ്മൾ ആരെയും തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും, കാരണം ആ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്കത്ര നല്ലതുപോലെ തോന്നില്ല, അതുമല്ലാതെ ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു സ്ഥലം കൂടിയാണത്, അബദ്ധവശാലേ നമ്മൾ ആരെങ്കിലും അതിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം മുതൽ നമ്മളോടൊപ്പമുള്ള എല്ലാ ആളുകൾക്കും എന്തെങ്കിലും സംഭവിക്കാം. ഹാരിം, നീ ആ ഒരു കുറുക്കന്മാരെ കണ്ടോ ഇവിടേക്ക് വരുന്ന സമയത്ത്? ഇത്തരത്തിലുള്ള സ്ഥലത്ത് കുറുക്കന്മാരുണ്ടെങ്കിൽ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത് ഏതോ തിന്മകളുണ്ടെന്നാണ് അർത്ഥം, അതൊരിക്കലും നല്ലതായിട്ട് തോന്നില്ല എന്നിങ്ങനെ പറയുന്നതും ആ ഒരു കുടുംബത്തിലെ അയാളുണ്ടല്ലോ, അയാൾ ഇവരുടെ മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അയാളെ നേരെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിലെ ഇപ്പോൾ അവസാനത്തെ സന്തതിയാണിത്, ഈ ഒരു കുഞ്ഞിൻ്റെ ചിരിച്ച മുഖം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ടീച്ചർ കെയും നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അപ്പോഴറിയാൻ കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരോട് ആ ഒരു കുട്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും എന്തായാലും തിരിച്ച് മറുപടിയൊന്നും പറയാൻ കഴിയുന്നില്ല, കാരണം ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ലേ. അപ്പോഴേ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്നെ കൂടെ ഇത് കഴിയത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ എന്തോ ഒരു ആത്മവിശ്വാസം ഉള്ളതുപോലെ ഹീറോയോട് പറയും, ശരി നമുക്കതെന്തായാലും ചെയ്തു നോക്കാം എന്നെല്ലാം പറയുന്നതും അയാളായാലും പറയും, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, നിങ്ങളതെനിക്കൊന്ന് ചെയ്തു തന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുന്നത്. ഹീറോയിൻ പറയും, ശരി അതിനൊരു ചടങ്ങ് മാത്രം ചെയ്താൽ മതി, ഈ ഒരു ചടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ദുഷ്ടശക്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ പറയുന്നതും അടുത്ത ദിവസം തന്നെ ഈ കുഴിയെല്ലാം എടുക്കുന്ന കുറച്ച് ആളുകളെയും കൂട്ടി ഇവർ നേരെ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതുമല്ലാതെ ഹീറോയിൻ പറഞ്ഞതുപോലെ ആ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പന്നികളെ കശാപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ,
അവരെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു പന്നികളെല്ലാം കൊന്ന് നിരത്തി വെച്ച് എന്തോ ഒരു പൂജാ കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ്റെ കൂടെയുള്ള ജെയിംസ് ആണ് അവളെ സഹായിക്കുന്നതും. അങ്ങനെ ആ ഒരു കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ, അതേപോലെ തന്നെ ആ ഒരു മന്ത്രവാദം പോലെയുള്ള ചടങ്ങ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ആളുകൾ എല്ലാവരെയും കൊണ്ടു നിർത്തിയിട്ട് നമ്മുടെ ഹീറോയിൻ എന്തോ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് അവിടെ കിടന്ന് നല്ല ഇതിൽ ഉറഞ്ഞു തുള്ളി. ജോൺ ആണെങ്കിലും ഒരുപാട് മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ഹീറോയിൻ ഒരുപാട് നേരം കളിച്ച് അവസാനം ഈ 5 പന്നികളല്ലേ അതിൻ്റെ ഓരോന്നിൻ്റെ ശരീരത്ത് കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുന്നതും. ഇവിടെ വന്നിട്ടുള്ള 5 പേര് ആ ഒരു സമയത്ത് ഇവർ കുഴിയെടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് നേരം ഇവർ കുഴിയെടുത്ത് അവസാനം ഇപ്പം ആ ഒരു ശവപ്പെട്ടി ഇവർ കണ്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ജോണും നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു മണ്ണെല്ലാം മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് ശവപ്പെട്ടിക്ക് മുകളിലായിട്ട് ഒരു ചുവന്ന തുണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ സാധാരണ രീതിയിലല്ല അടക്കം ചെയ്തിട്ടുള്ളത് എന്നിവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു ചുവന്ന തുണിയെടുത്ത് മാറ്റി ആ ഒരു ശവപ്പെട്ടിക്ക് മുകളിൽ നോക്കുമ്പോഴത്തേക്കും അതിന് മുകളിലായിട്ട് വിചിത്രമായിട്ടുള്ള എന്തൊക്കെയോ കൊത്തിവെച്ചിരിക്കുന്നു. അപ്പോഴാണ് ജോൺ പറയുന്നത്, ഇത് പണ്ടത്തെ രാജകുടുംബങ്ങളാണ് ഇത്തരത്തിലുള്ള ശവപ്പെട്ടികൾ യൂസ് ചെയ്തിരുന്നത്. ഇക്കാലത്തും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഓക്കെ, എന്തൊക്കെയാവട്ടെ, ആ ഒരു ശവപ്പെട്ടി എടുത്തിട്ട് നമുക്ക് നേരെ ശ്മശാനത്തിലേക്ക് പോവാം എന്നും പറഞ്ഞ് ശവപ്പെട്ടി പൊക്കിയെടുത്ത് മുകളിലേക്ക് വെച്ചിട്ടാണ് പറയുന്നത്, ശരി നമ്മൾ ഇവിടെ നിന്ന് നേരെ ശ്മശാനത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് നല്ലതുപോലെ ആ ഒരു ചടങ്ങും പൂർത്തിയാക്കി ഈ ഒരു പെട്ടി മൊത്തത്തിൽ ദഹിപ്പിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചടങ്ങ് പൂർത്തിയാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ നേരെ ആ ഒരു കുഴിയിൽ ഒരു കോയിന് വിട്ട് ഇവർ കൊണ്ടുവന്നിട്ട് നെയ്യിലുള്ളൊരു വണ്ടിയുണ്ട്. അതിന് പുറകിലായിട്ട് ഈ ഒരു ശവപ്പെട്ടിയും വെച്ച് ഇവരവിടെ നിന്ന് പോകുന്നതും ഈ കുഴി മൂടാനായിട്ട് അവരെല്ലാവരും വന്ന് ഇനി ഈ കുഴിയുടെ അടിയിൽ ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അതിലൊരാൾ ആ ഒരു ഷവല് വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ കുത്തി നോക്കാണ്. അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പാമ്പ് മണ്ണിനടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നു. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് അവൻ കാണുന്നതും എന്താ ഇതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ഷവലെടുത്ത് ആ ഒരു പാമ്പിനെ ഇങ്ങനെ കുത്തി കൊല്ലുന്നതും. അവിടെയാണ് ഒരു കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ ആ പാമ്പ് ഒരു മനുഷ്യ സ്ത്രീയെ പോലെ നിലവിളിക്കുന്നു. അവനാണെങ്കിൽ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ ശബ്ദം കേട്ടു, പക്ഷെ അത് എവിടെ നിന്നാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു കുഴിയെടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് കാണിക്കുമ്പോൾ ആകാശമെല്ലാം പതിയെ ഇരുണ്ട്, കാറ്റെല്ലാം നല്ലതുപോലെ അടിക്കുന്നു, അന്തരീക്ഷം മൊത്തത്തിൽ മറിയാണ്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിൻ ടീമും അവരടക്കം ചെയ്ത പെട്ടിയായിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് മഴ പെയ്യുന്നു. പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്യുന്നത് കൊണ്ട് ഹീറോ പെടുന്നൊരിടത്ത് ഈ കാർ നിർത്തിയിട്ട് പുറകിലുള്ള അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു മഴ പെയ്തത് കൊണ്ട് ഒരു നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നില്ല. അതുപോലെ ഇത്തരത്തിലുള്ള ചടങ്ങ് ഈ മഴ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല. ഒരുപക്ഷെ ഒരു അന്ധവിശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നിരുന്നാലും ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, പിന്നെന്താ ചെയ്യേണ്ടേ? ഇല്ല, വേറെ ഒന്നുമില്ല, നമുക്ക് എന്തായാലും ഇത് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം, നാളെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹീറോ പറഞ്ഞതനുസരിച്ച് ഇവർ ആ ഒരു ശവപ്പെട്ടി നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുകയാണ്, അടുത്ത ദിവസം ചടങ്ങ് ചെയ്യാന്നുള്ള രീതിയിൽ. അതേസമയം നമ്മുടെ ജോണിനെ കാണിക്കുമ്പോഴത്തേക്കും ജോൺ ഇപ്പോൾ ആ ഒരു ശവപ്പെട്ടി നല്ല രീതിയിൽ വൃത്തിയാക്കി വയ്ക്കുകയാണ് തുടച്ചിട്ട്. അപ്പോഴേക്കും കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, ഈ ഒരു ശവപ്പെട്ടി തുറക്കാൻ കഴിയുന്നില്ലേ? അതിപ്പോൾ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഇവർ ഈ ഒരു ശവപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന ആ ഒരു വലിയ മലയുണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ തന്നെ ഒരു അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. എന്നിട്ട് അപ്പൂപ്പനോട് ചോദിക്കും, അല്ല ഇവിടെ മുമ്പ് ഒരു അമ്പലം ഇല്ലായിരുന്നു? ആ ഒരു അമ്പലത്തിലെ എന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അതേ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയുമെന്നെല്ലാം ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹീറോയെ പഠിപ്പിച്ച ആളൊന്നുമല്ല, ഈ ഒരു ശവപ്പെട്ടി മലയ്ക്ക് മുകളിൽ കുഴിച്ചിടാൻ പറഞ്ഞ ഗിസു എന്ന് പറഞ്ഞൊരു സന്യാസി പറഞ്ഞിട്ടാണ് ആ ഒരു കുടുംബക്കാരി ചെയ്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. അയാൾ അന്വേഷിച്ചാണ് ഹീറോ വരുന്നത്. അപ്പോൾ ഈ ഒരു മുത്തശ്ശൻ പറയും, ഗിസുവോ, നിങ്ങൾ പറയുന്നത് പോലെ ഒരു സന്യാസി ഇവിടെ ഇല്ല, ഇവിടെയുള്ള ആ ഒരു സന്യാസിയുടെ പേര് വോൺ വോങ് എന്നാണ്. അല്ല എന്തു പറ്റി നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, വേറെ ഒന്നുമില്ല, ആ ഒരു മലയുടെ മുകളിൽ കണ്ടോ, അവിടെ ഒരു ശവക്കലർ ഉണ്ടായിരുന്നു, അത് ആരുടേതാണെന്നോ അല്ലോ നിങ്ങൾക്കറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോഴത് ആരെങ്കിലും നിലവിൽ പറയുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പണ്ടൊരുപാട് കിംവദന്തികൾ കേട്ടിരുന്നു എന്നിങ്ങനെ പറയുന്നതും ഹീറോ ചോദിക്കും, അല്ല എന്താ ആ ഒരു കിംവദന്തികൾ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂവൻ പറയും, അല്ല അവിടെ കുഴിച്ചിട്ടിരുന്ന ആ ഒരു ശവകുടീരത്തിൽ നിധി ഉള്ളതായിട്ട് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് നിധിയോ? അതെ, ജോസോൻ രാജവംശത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരാളുടെ ശവകുടീരമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആർക്കും അത് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇതൊരു രാജകീയ ശവകുടീരമാണെന്നും പലർക്കും സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ പഴയ കാലത്ത് ഒരുപാട് ശവക്കുഴി കൊള്ളക്കാരുണ്ടായിരുന്നു. ഈ ധനികരായിട്ടുള്ള ആളുകളുടെ ശവക്കുഴിയെല്ലാം മോഷ്ടിച്ച് സ്വർണവും മറ്റും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു സമയത്ത് ശവക്കുഴി കൊള്ളക്കാർ അവരെല്ലാവരെയും പിടിക്കുകയാണ് ചെയ്തത്. അന്ന് അവർ ഉപയോഗിച്ച ആയുധങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് അവർ ഉപയോഗിച്ച ഒരുപാട് പഴയ ആയുധങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അപ്പൂപ്പൻ ചോദിക്കും,
അല്ല നീ എന്തിനാ ആ ഒരു ശവക്കുഴിയെ പറ്റി ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും വേറൊന്നുമല്ല, അല്ല ആ ഒരു ശവപ്പെട്ടി ഞാൻ പുറത്തെടുത്തു എന്ന് പറയുന്നത് അപ്പൂപ്പൻ ചോദിക്കും അതിൽ നിധിയോ സ്വർണമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതും ഇവിടെ ആ ഒരു പെട്ടി ഇതുവരെയും തുറന്നിട്ടില്ല. ഈ ഒരു ശ്മശാനത്തിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരാൾ ഇപ്പോൾ ആ ഒരു ശവപ്പെട്ടി തുറക്കുകയാണ്. പക്ഷെ ഇത് വേറെ ആരും അറിയുന്നില്ല. അങ്ങനെ അയാൾ ആ ഒരു ശവപ്പെട്ടി ചുറ്റിയൽ കൊണ്ട് ഇങ്ങനെ വലിച്ച് തുറക്കുന്നതും നമ്മുടെ ഹീറോയിനും ജെയിംസും ഇതിനകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ജെയിംസ് കണ്ടിട്ട് ഹേയ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നതും ഇയാൾ ആ ഒരു ശവപ്പെട്ടി പതിയെ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ നിന്നും ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി നേരെ നമ്മുടെ ഹീറോയിനെ വന്ന ഒരു ഒറ്റയിടി ഹീറോയിൻ്റെ ബോധം പോയിട്ട് അവൾ താഴെ വീഴുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ജോണും ഹീറോയും അവിടേക്ക് വരികയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത് ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്നും എന്തോ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇത്രയും ബലമുള്ളതാണ് എന്നിങ്ങനെ പറയുന്നതും രാത്രി സമയത്ത് ഇവിടെ ആ ഒരു കുടുംബത്തിലെ ഒരു അപ്പൂപ്പൻ്റെ വീട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൂപ്പനാണെങ്കിൽ റൂമിൽ ഡോറിനടുത്തായിട്ട് അങ്ങനെ ഇരിക്കുന്നു, വെളിയിലേക്ക് നോക്കി. അപ്പൂപ്പൻ്റെ ഭാര്യയാണോ ആരാണെന്ന് അറിയത്തില്ല. ഒരു ലേഡി താഴെ നിന്നിട്ട് ഈ ടി വിയിലെ മ്യൂസിക് എല്ലാം കേട്ട് ഡാൻസ് എല്ലാം കളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതേ സമയം ഈ ജനാലയുടെ വെളിയിൽ എന്തോ ഒന്ന് വരുന്നത് പോലെ അപ്പൂപ്പൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് അച്ഛൻ അച്ഛൻ എന്നിങ്ങനെ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ആ ഒരു ശവപ്പെട്ടി പുറത്തെടുത്തല്ലോ, ആ ഒരു ശവപ്പെട്ടിയിൽ അടക്കം ചെയ്തിട്ടുള്ളത് ഈ ഒരു മുത്തശ്ശൻ്റെ അച്ഛനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ശവപ്പെട്ടിയിൽ നിന്നും പുറത്തു വന്നത് ആഹാ അതെന്തായാലും ആ ഒരു മുത്തശ്ശൻ്റെ ഗോസ്റ്റാണ്. അങ്ങനെ ഈ ഒരു മുത്തശ്ശൻ എൻ്റെ അച്ഛൻ എന്നല്ല ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു അച്ഛൻ്റെ ആത്മാവാണെങ്കിൽ വെളിയിൽ നിന്നിട്ട് എൻ്റെ കുഞ്ഞെ നീ ആ ഒരു വാതിൽ തുറക്ക് എന്നിങ്ങനെ പറയുന്നതും അപ്പോഴേക്കും ആ ഒരു മുത്തശ്ശൻ്റെ ഗോസ്റ്റ് നേരെ അകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് ഈ ആർത്തിയോടെ ആഹാരം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു മുത്തശ്ശൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അച്ഛൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും കണ്ണാടിയിലൂടെ കാണിക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റ് അങ്ങനെ ഈ മുത്തശ്ശനെ നോക്കുന്നതും താഴെയുള്ള ആ ഒരു ലേഡി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു മുത്തശ്ശൻ അവിടെ നിന്നിട്ട് അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ആ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു മുത്തശ്ശൻ്റെ അച്ഛനായിട്ടുള്ള അയാൾ നേരെ പുറകിലേക്ക് വന്നിട്ട് എൻ്റെ മകനെ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഗോസ്റ്റിൻ്റെ കൈ ഈ ഒരു മുത്തശ്ശൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടത്തി വിട്ട് ആ ഒരു ഹൃദയം വലിച്ചെടുത്ത് ആ മുത്തശ്ശനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് താഴെ കാണിക്കുമ്പോൾ ഇപ്പോൾ താഴെ നിന്ന് ഡാൻസ് കളിക്കുന്ന ആ ഒരു ലേഡിയോടൊപ്പം ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഡാൻസ് കളിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലേഡിയും നിലവിളിക്കുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ വന്ന് കണ്ടിട്ടാണ് പറയുന്നത് ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് വന്നിട്ടുള്ളത് ആ ഒരു മുത്തശ്ശൻ്റെ ഗോസ്റ്റാണ്. അയാൾ എന്തായാലും അയാളുടെ കുടുംബത്തിനോട് പ്രതികാരദാഹമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലാൻ പോവാണ്. ആ മുത്തശ്ശൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ നടന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു ആത്മാവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ നേരെ അവളുടെ സ്ഥലത്തേക്ക് വന്ന് കൂടെയാണെങ്കിൽ ജെയിംസും ഉണ്ട്, അതേപോലെ തന്നെ ജോണും ഉണ്ട്. ജെയിംസിൻ്റെ ശരീരത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ കെട്ടി അവൻ്റെ 2 കൈയും അതേപോലെ തന്നെ വയറിലും കയറ് വെച്ചിട്ട് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കും. എന്നിട്ട് ആ ഒരു കയറിൻ്റെ ഒരു ഭാഗം നമ്മുടെ ജോണിൻ്റെ കയ്യിൽ കൊടുത്ത് ഹീറോയിൻ അവിടെ ഇരുന്നിട്ട് വീണ്ടും ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് ഈ ഒരു അപ്പൂപ്പൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ പാട്ടെല്ലാം പാടുന്നതും പെട്ടെന്ന് ആ ഒരു അപ്പൂപ്പൻ്റെ ആത്മാവ് ജെയിംസിൻ്റെ ശരീരത്തിൽ കയറും. അപ്പോഴേ ഹീറോയിൻ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് മുത്തശ്ശ നിങ്ങൾ എന്താ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ചു പോയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു അപ്പൂപ്പൻ പെട്ടെന്ന് ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ എനിക്ക് കൊണ്ടുപോകണം എന്നും പറഞ്ഞ് പെട്ടെന്ന് ജെയിംസ് ഛർദ്ദിക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ ജെയിംസിൻ്റെ ശരീരത്തിൽ നിന്നും ആ ഒരു മുത്തശ്ശൻ്റെ ആത്മാവ് വീണ്ടും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുത്തശ്ശൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ കുടുംബത്തെ മൊത്തമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു മുത്തശ്ശൻ്റെ കുടുംബത്തിലെ ഇവർക്ക് ആ ഒരു ജോലി ഏൽപ്പിച്ചല്ലോ, ആ ഒരുത്തനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ എന്തായാലും നമുക്കിനി ജിയങ് എന്ന് വിളിക്കാം. അപ്പോൾ ജിയങ്ങിനെ കാണിക്കുന്നതും ജിയങ്ങിനെ ഇപ്പോൾ നമ്മുടെ ഹീറോ വിളിക്കുകയാണ്. ഹീറോ വിളിച്ചിട്ട് പറയും സാർ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ്, വീട്ടിലാണോ? ഞാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങളോട് എനിക്ക് പറയണമെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നതും വീടിന് വെളിയില്ലേ ആ ഡോറിൽ ആരും ഇങ്ങനെ തട്ടുന്നു. അപ്പോഴേക്കും ജിയങ് പെട്ടെന്ന് സോറി സാർ ഞാൻ അത് ആരാണെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോറിനടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ജിയങ്ങിനെ വിളിക്കുന്നത് ഹീറോയാണ്. അപ്പോൾ ഫോണിൽ ആരാണ് എന്ന് ജിയങ്ങിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ജിയങ് പെട്ടെന്ന് സാർ അപ്പോൾ നിങ്ങൾ എൻ്റെ വീടിന് വെളിയിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫോണിലൂടെ ഹീറോ പറയും ഏയ് വീടിൻ്റെ വെളിയിൽ നിന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഡോർ തുറക്കരുത്, നിങ്ങളുടെ മുത്തശ്ശൻ്റെ ആത്മാവ് ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം ഇല്ലാതാക്കാനാണ് നിങ്ങളുടെ മുത്തശ്ശൻ ഇപ്പോൾ ശ്രമിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഡോർ തുറക്കരുതെന്നിങ്ങനെ പറയുന്നതും വെളിയിൽ നിന്ന് ആ ഒരു ഗോസ്റ്റ് ആണെങ്കിലും ഒരുപാട് നേരം ഹീറോയെ പോലെ സംസാരിച്ച് ഡോർ ഇങ്ങനെ തുറക്കാനായിട്ട് പറയാണ്. സാർ നിങ്ങൾ അകത്താണോ, ഡോർ തുറക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നെല്ലാം പറയുന്നതും ജിയങ്ങിന് ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ
ഹീറോ പെട്ടെന്ന് ഫോണിലൂടെ സാർ ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ, ഒരു കാരണവശാലും ഡോർ തുറക്കരുത്. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനാലയുടെ അടുത്തേക്ക് പോ, അതകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ജനാല പെട്ടെന്ന് തന്നെ തുറക്കണം, അല്ലെങ്കിൽ ആ ഒരു ജനാല തുറന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും ജിയങ്ങിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ജിയങ് ഓടി വന്നിട്ട് ആ ഒരു ജനാല ഇങ്ങനെ തുറക്കുന്നതും പെട്ടെന്ന് ആ ഒരു റൂം നിശബ്ദമാവുന്നത് പോലെ അങ്ങ് മാറുകയാണ്. ജിയങ്ങിന് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേ സമയമാണ് ആ ഒരു ഫോണിൽ ഹീറോ ഇങ്ങനെ ചിരിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ആ ഒരു ഫോണിലൂടെ സംസാരിച്ചത് ആ ഒരു മുത്തശ്ശന്റെ ഗോസ്റ്റ് ആയിരുന്നു. അപ്പോൾ വെളിയിലുണ്ടായിരുന്നത് അതൊരിക്കലും ഹീറോ ഒന്നല്ല, അതും ഈ ഒരു ഗോസ്റ്റ് ചെയ്ത പണി തന്നെയാണ്. ഈവൻ ഈ ഒരു ജനാല തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ജിയങ് പതിയെ മുകളിലേക്ക് നോക്കുകയാണ്. കാരണം മുകളിൽ കണ്ണാടി പോലെയുള്ള സീലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അവൻ പതിയെ അതിലേക്ക് നോക്കുന്നതും ആഹാ, അവന്റെ പുറകെ ഇതാ നിൽക്കുന്ന ആ ഒരു മുത്തശ്ശന്റെ ഗോസ്റ്റ്. അവനാണെങ്കിലും പേടിച്ച് വിയർത്ത് അങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്. ഹീറോ ഇവിടേക്ക് വന്നിട്ട് വെളിയിലുള്ള ആ ഒരു ജോലിക്കാരിയായിട്ട് നേരെ റൂമിനടുത്തേക്ക് വന്ന് ഡോർ തുറന്ന് നോക്കുന്നതും ജിയങ് അവിടെ അനങ്ങാതെ നിൽക്കുന്നു. അങ്ങനെ ഹീറോ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് സാർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നതും ജിയങ് പെട്ടെന്ന് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കാൻ തുടങ്ങുന്നു. ഈ പട്ടാളക്കാർ കാണിക്കുമല്ലോ അതുപോലെ സല്യൂട്ടെല്ലാം ചെയ്യാണ്. കാരണം ആ ഒരു മുത്തശ്ശൻ ഒരു പട്ടാളക്കാരനായിരുന്നു. എന്നിട്ട് ഈ യുദ്ധ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ശരീരം ഈ രാജ്യത്തിനുള്ളതാണ് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ജോണിനെ വിളിച്ചിട്ട് പറയും ആ ഒരു ശവപ്പെട്ടി എത്രയും പെട്ടെന്ന് കത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്ക് എന്നിങ്ങനെ പറയുന്നതും അവർ ആ ഒരു ശവപ്പെട്ടി കത്തിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ജിയോങ് ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നു. ഒരു കുപ്പിയൊന്നുമല്ല, ഒരു 8-10 കുപ്പി വെള്ളമെങ്കിലും അവൻ ഇപ്പോൾ കുടിച്ചു തീർന്നു കാണും. സത്യം പറഞ്ഞാൽ അവനല്ല, ആ ഒരു മുത്തശ്ശൻ്റെ ഗോസ്റ്റാണ് അതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയോട് ജിയോങ് ഇപ്പോൾ സംസാരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ മുത്തശ്ശൻ്റെ ശവപ്പെട്ടി തുറന്നു എന്നിങ്ങനെ പറയുന്നത് ഹീറോ പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ്റെ തല പാതിയെ ഒരു സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് വീണ്ടും അതേ കാര്യം തന്നെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ആ ഒരു തല ഒന്നുകൂടി ഇങ്ങനെ തിരിക്കുന്നതും ഹീറോ നല്ല രീതിയിൽ പേടിച്ചു പോയി. എന്നിട്ട് ആ തല പെട്ടെന്നൊരു തിരിതിരിക്കുന്നതും അവൻ്റെ കഴുത്തൊടിഞ്ഞ് അവൻ അവിടെ മരിച്ചു വീഴുന്നു. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ശവപ്പെട്ടി എന്തായാലും കൊണ്ടുപോയി ദഹിപ്പിക്കണമല്ലോ. അതിനാണെങ്കിൽ ഇവർ കാറിൽ അതിങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വെളിയിലാണെങ്കിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അതേസമയം അമേരിക്കയിലുള്ള ഒരു കുഞ്ഞിനെയും കാണിക്കുന്നു. ആ കുഞ്ഞിനെയാണെങ്കിൽ ഇപ്പോൾ നേഴ്സ് ഉറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ താനായിട്ട് പാട്ടെല്ലാം പാടി അങ്ങനെ നടക്കുന്നതും ജനാലയുടെ വെളിയിൽ ഈ ഒരു മുത്തശ്ശന്റെ ഗോസ്റ്റ് ഇപ്പോൾ അവിടേക്ക് വന്ന ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനകത്തേക്ക് കയറായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ജിയോങ്ങിന്റെ അമ്മയെ വിളിച്ചിട്ട് മേഡം നിങ്ങൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് വിളിക്കണം, ആ ഒരു കുഞ്ഞിനൊരു ആപത്തുണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പറഞ്ഞു വിടണമെന്ന് പറയുന്നതും ആ കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശൻ്റെ ഗോസ്റ്റ് ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിലുണ്ട്, ആരും അത് കേൾക്കുന്നത് പോലുമില്ല. അതേസമയം ഇവിടെയാണെങ്കിലോ ഇവർ ഈ ഒരു പെട്ടി കത്തിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു മുത്തശ്ശി പറഞ്ഞിട്ട് വേണം ഇവർ കത്തിക്കാനായിട്ട്. മുത്തശ്ശിയെ നമ്മുടെ ജോൺ വിളിക്കുന്ന അതേ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഹീറോയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ. നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് വേണം ആ ഒരു പെട്ടി തന്നെ കത്തിക്കാനായിട്ട്. ഹീറോയെ വിളിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിലും മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിൽ, എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആകെ ടെൻഷൻ അടുപ്പിച്ച് ഇരിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോ ഫോൺ എടുത്തിട്ട് ജോണിനോട് സംസാരിക്കുമ്പോൾ ജോൺ ചോദിക്കും കത്തിക്കട്ടെ എന്ന് ചോദിക്കുന്നതും കത്തിക്കാനായിട്ട് പറയുന്നതും ഇവർ ആ ഒരു ശവപ്പെട്ടി അകത്തേക്കായിട്ട് ഇങ്ങനെ കത്തിക്കുന്നതും ശവപ്പെട്ടി നല്ല രീതിയിൽ കത്തി പിടിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ആ ഒരു മുത്തശ്ശൻ്റെ ഗോസ്റ്റിന് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇവർ ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കിയത് കൊണ്ട് മുത്തശ്ശൻ്റെ ആത്മാവ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നു. അതോടെ ആ ഒരു കുഞ്ഞും രക്ഷപ്പെട്ടു. അതോടെ ആദ്യത്തെ ആ ഒരു പ്രശ്നം എന്തായാലും കഴിഞ്ഞു. ഈ ഒരു മുത്തശ്ശൻ്റെ ആത്മാവ് ഇനി എന്തായാലും ഇവരെ ശല്യം ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു മൂവി ഇതോടെ ഇവിടെ അവസാനിച്ചു എന്ന്. പക്ഷേ ഒരിക്കലുമില്ല, ഇവിടെ നിന്നാണ് ഈ ഒരു മൂവിയുടെ യഥാർത്ഥ സ്റ്റോറി തന്നെ തുടങ്ങുന്നത്. അതെന്താടാ ഇത്രയും നേരം സമയം കളഞ്ഞ് കണ്ടിട്ട് ഇനിയാണോ യഥാർത്ഥ സ്റ്റോറി തുടങ്ങുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതെ, ഇനി നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂവി തന്നെ നിങ്ങൾ മിസ് ചെയ്തെന്നാണ് അർത്ഥം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോ പോകുന്നത് ഇവരോടൊപ്പം ആ ഒരു ശവപ്പെട്ടി കുഴിച്ചെടുക്കാൻ വന്ന ഒരു ജോലിക്കാരനുണ്ടല്ലോ, ആ ഒരു പാമ്പിനെ കുത്തിയ അയാളുടെ വീട്ടിലേക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ അയാളിപ്പോൾ ആകെ പേടിച്ച് പനിയടിച്ച് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാര്യം എന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അന്ന് സംഭവിച്ച ആ ഒരു കാര്യം തന്നെയാണ് മനുഷ്യൻ്റെ തലയുള്ള ആ ഒരു പാമ്പിനെ കുത്തിയതിന് ശേഷം ഇവൻ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് അവനിപ്പോൾ നല്ല പേടിയുണ്ടെന്ന് പറയും. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ നേരെ ആ ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഹീറോ അവിടേക്ക് ചെന്ന് ആ ഒരു കുഴി വീണ്ടും ഇങ്ങനെ എടുക്കുകയാണ്. ഒരുപാട് ദൂരെ എടുത്ത് ആ ഒരു ശവപ്പെട്ടി എടുത്ത് ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും
എന്തോന്ന് ഇങ്ങനെ തട്ടുന്നു. പതിയെ കൈകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള മണ്ണെല്ലാം മാറ്റി നോക്കുന്നതും തലയിൽ മുടിയെല്ലാം ഉള്ള ആ ഒരു പാമ്പിന്റെ തല ഇങ്ങനെ കാണുന്നതും പെട്ടെന്ന് ഹീറോ പേടിച്ചിട്ട് പുറകിലേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ ഹീറോ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ കുറുക്കന്മാരെല്ലാം വെളിയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ശബ്ദമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നു. ഒന്നുകൂടി താഴെയിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കും എന്തോ ഒന്നിൽ തട്ടുന്നൊരു ശബ്ദം. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ ആ ഒരു മണ്ണെല്ലാം ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് അടിയിൽ മറ്റൊരു പെട്ടി കാണുന്നു. അങ്ങനെ ഹീറോ ഈ ഒരു കാര്യം ജോണിനോടും ജെയിംസിനോടും ഹീറോയിനോടും എല്ലാവരോടും വിളിച്ചു പറയും. ഇതേപോലെ ആ ഒരു ശവകുടീരത്തിന് അടിയിലായിട്ട് ഞാൻ മറ്റൊരു പെട്ടി കണ്ടുപിടിച്ചു, പക്ഷെ അത് ലംബമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജെയിംസ് ആണെങ്കിലും ഹീറോയിനെ വിളിച്ച് ഇവർ മൂന്നുപേരും നേരെ അവിടേക്ക് വന്ന് നോക്കുന്നതും നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു പെട്ടി നല്ലതുപോലെ കാണുന്ന രീതിയിൽ കുഴിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ അതും ഒരു ശവപ്പെട്ടി തന്നെയാണ്. അതിങ്ങനെ ലംബമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുമല്ല അതിന് ചുറ്റുവാണെങ്കിൽ ഈ ഇരുമ്പ് കമ്പിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഒരുപാട് മന്ത്രങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയും എനിക്കിത് തുറക്കാൻ കഴിഞ്ഞില്ല, ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അതിൽ നോക്കിയിട്ട് പറയും സാർ ഇതൊരിക്കലും നിങ്ങൾ തുടരുത് എന്നിങ്ങനെ പറയുന്നതും ഹീറോ പറയും അതൊരിക്കലും നമുക്ക് കഴിയത്തില്ല, നമുക്ക് എന്തായാലും ഈ ഒരു പെട്ടി പുറത്തെടുക്കാം, ഒരുപക്ഷെ ഇതും ആ ഒരു കുടുംബത്തിലുള്ളതാണെങ്കിലോ അവരെ നമുക്ക് അറിയിക്കണ്ടേ, അതുകൊണ്ട് ഇത് നമുക്ക് വെറുതെ വിടാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു പെട്ടി വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന അതേ സമയത്ത് അവിടെ നിന്ന് ആ ഒരു കുറുക്കന്മാരെല്ലാം ഇത് നോക്കി കണ്ട് പേടിച്ചിട്ട് വീണ്ടും കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ ഇവർ ആ ഒരു പെട്ടിയും തൂക്കി നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഇവരുടെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇത്തവണ ആ ഒരു പെട്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് നല്ല പേടിയുണ്ട്. പക്ഷെ അവൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം ഇവർ ഈ ഒരു പെട്ടിയും കൊണ്ട് നേരെ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ മലയുടെ താഴെ ഒരു അപ്പൂവൻ്റെ വീടുണ്ടല്ലോ, ഹീറോ ഇതിന് മുന്നേ വന്ന് സംസാരിച്ച ആ ഒരു അപ്പൂവൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അപ്പൂവൻ്റെ വീട്ടിലേക്ക് പെട്ടി കൊണ്ടുവന്നിട്ട് ഹീറോ പറയും സാർ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം, ഇന്നൊരു ദിവസത്തേക്ക് ഈ ഒരു പെട്ടി ഇവിടെ സൂക്ഷിക്കണം, കാരണം ആ ഒരു കുടുംബം ഇവിടേക്ക് വന്നിട്ട് ഇത് അവരുടെ പെട്ടിയാണോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ കൊണ്ടുപോകത്തുള്ളൂ, അതുകൊണ്ട് ഇതൊരു ദിവസത്തേക്ക് ഇവിടെ വെക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും അപ്പൂവൻ പറയും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഒരു വലിയ ഷെഡുണ്ട് അതിനുള്ളിലേക്ക് മാറ്റി വെച്ചാൽ മതി എന്ന് ഇങ്ങനെ പറയുന്നതും ഇവർ ആ ഒരു പെട്ടി ആ ഒരു വലിയ ഷെഡിനകത്ത് കൊണ്ടുപോവാണ്. ഈ പെട്ടി എടുത്ത സമയം മുതൽ തന്നെ ഈ ഒരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൊത്തത്തിൽ മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു പെട്ടിക്കുള്ളിൽ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ആ ഒരു ഷെഡിനകത്തേക്ക് ഇവർ പെട്ടി കൊണ്ട് വെച്ചതും ഹീറോയിൻ അതിന് ചുറ്റും ഈ അരിയുണ്ടല്ലോ പച്ചരി അതിങ്ങനെ ചുറ്റിനും ഒരു കവചം പോലെ ഇങ്ങനെ വെക്കുകയാണ്. അതേപോലെ തന്നെ ഈ കുതിരയുടെ രക്തമുണ്ട് അതും കൊണ്ടുവന്നിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു മുത്തശ്ശി നേരെ അവിടേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ഒരു പെട്ടി ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശിയെ വിളിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് പറയും ഇതൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ പെട്ടിയല്ല, ഇതാരുടേതാണെന്ന് എനിക്കറിയത്തില്ല, അതേപോലെ തന്നെ ഇതേപോലെയുള്ളൊരു സ്ഥലത്ത് ഞങ്ങളുടെ മുത്തശ്ശിൻ്റെ ശരീരം എന്തിനാണ് അടക്കം ചെയ്തതെന്നും ഞങ്ങൾക്കറിയത്തില്ല, ആ ഒരു സന്യാസി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ അതേപോലെ ചെയ്തത്. അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ആ ഒരു സന്യാസി ഒരിക്കലും ഒരു കൊറിയക്കാരനല്ല, അവനൊരു ജാപ്പനീസ് ആയിരുന്നു. ആ ഒരു ജാപ്പനീസുകാരനാണെങ്കിലും അച്ഛൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരുന്നു. അയാൾ പറഞ്ഞതനുസരിച്ചാണ് അച്ഛൻ്റെ ശരീരം ആ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനൊരു സ്ഥലത്ത് കുഴിച്ചിടാനായിട്ട് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ശരി ആ ഒരു പെട്ടി നിങ്ങൾ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇനി ആ ഒരു പെട്ടി വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആ ഒരു അപ്പവും പെട്ടെന്ന് ഇവരെ വിളിക്കും, ബാ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണ്ടേ, അകത്ത് ഞാൻ സൂപ്പ് വെച്ചിട്ടുണ്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവർക്ക് ആഹാരമെല്ലാം ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ആഹാരമെല്ലാം കൊടുത്ത് അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വെളിയിൽ ആ ഒരു നായനെ കാണിക്കുമ്പോഴത്തേക്കാണ് അതിപ്പോൾ ആ ഒരു വലിയ ഷെഡിനുള്ളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ വണ്ടിയിൽ ഇരുന്നിട്ട് അവൾക്കൊരു അമ്മായിയുണ്ട്, ആ ഒരു അമ്മായിയെ വിളിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് രാത്രിയാവുന്നതും എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഹീറോയിൻ ഇപ്പോഴും കാറിൽ തന്നെയുണ്ട്. അതേസമയം നമ്മുടെ ജെയിംസിനെ കാണിക്കുന്നതും അവൻ നല്ല ഉറക്കമായി. അപ്പോഴേക്കാണ് അവൻ്റെ മുകളിൽ എന്തോ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ. അവൻ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. പതിയെ കണ്ണു തുറന്ന് എന്താണെന്ന് നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ ആ ഒരു മുത്തശ്ശനുണ്ടല്ലോ അയാളിപ്പോൾ ജെയിംസിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് അയാളുടെ മുഖത്തെല്ലാം ഇങ്ങനെ രക്തം പറ്റിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചെന്ന് അറിയുന്നില്ല. അയാൾ ജെയിംസിനോട് പറയും എൻ്റെ കരൾ അവരെടുത്തു, എൻ്റെ വസ്ത്രം അവരെടുത്തു എന്നെല്ലാം എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതും അവനാണെങ്കിൽ അവൻ്റെ വിരലുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതാണ്. എന്നിട്ട് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അയാളെ അവിടെ കാണാനില്ല. അപ്പോഴേക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയാതെ അവൻ പതിയെ എഴുന്നേറ്റിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഷെഡിനുള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷെ അവിടേക്ക് അവൻ പോകത്തില്ല. പകരം അടുത്തായിട്ട് തന്നെ ഈ പന്നിയുടെ ഒരു ഫാമുണ്ട്, അതിനകത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൻ ആ ഒരു വശത്തേക്ക് ചെന്ന് ആ ഫാമിനുള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും പന്നികളെല്ലാം പേടിച്ചിട്ട് ഓടുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്തേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് നിന്ന് ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അയാളുടെ തല അറുത്ത്
അയാളിങ്ങനെ കൊല്ലുന്നു. പക്ഷെ അത് ആരാണ് ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഈ ഒരു കാര്യം കാണുന്നതും അവൻ പേടിച്ച് നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്ന ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിനോട് ഈ ഒരു കാര്യം പറയും. അങ്ങനെ ഹീറോയിനോട് അത് പറഞ്ഞിട്ട് അവൻ ഓടി ആ ഒരു ഷെഡിനടുത്തേക്ക് ചെല്ലാണ്. ഷെഡിനടുത്തേക്ക് ചെന്നിട്ടാണ് ആ ഷെഡ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ ഹീറോയിനും കൂടെ വന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ഒരു ശവപ്പെട്ടി ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്നു. അപ്പം അതിനുള്ളിലുള്ള ആ ഒരു ശരീരം അതെവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു ഹോളും കാണുന്നുണ്ട്. അപ്പോഴേക്കും ജെയിംസ് ഇതെല്ലാം കണ്ട് നല്ല രീതിയിൽ പേടിച്ചിട്ട് വിറയ്ക്കാൻ തുടങ്ങുന്നതും ഹീറോയിൻ ചോദിക്കും, ഹേയ് എന്താ പറ്റിയേ, എന്താ സംഭവിച്ചെന്ന് എന്നോട് പറയുമ്പോൾ ആ പന്നികളെ കെട്ടുന്ന ആ ഒരു കൂടുണ്ടല്ലോ അവിടെ സംഭവിച്ച ആ ഒരു കാര്യം ഇവനിങ്ങനെ പറയുന്നു. അങ്ങനെ അത് കേൾക്കുന്നതും ഹീറോയിൻ പതിയെ ആ ഒരു തകർന്ന പെട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ തലയിൽ വെക്കുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട്, അത് ഈ പടയാളികളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റാണ്. അത് അവളിങ്ങനെ കയ്യിലെടുക്കുന്നതും പുറത്ത് എന്തോ ഒരു ശബ്ദം. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡോറിനടുത്ത് നല്ല ഉയരമുള്ളൊരു മനുഷ്യൻ വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ആഹാ അതാരാണെന്ന് വെച്ചാൽ ഈ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ ആ ഒരു ഗോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ ഒരു രൂപത്തെ കാണുന്നതും ഹീറോയിൻ അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ആ കൊന്ന അപ്പൂപ്പൻ്റെ തലയും പിടിച്ചിട്ട് വന്നിട്ട് ഹീറോയിനോട് ജാപ്പനീസ് ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കാണ്. ഇത് കേൾക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് പേടിച്ച് മുട്ടുകുത്തിയിരുന്നിട്ട് ഈ ഒരു രാജകുമാരെല്ലാം വണങ്ങുമല്ലോ ആ ഒരു രീതിയിൽ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് അതിനുള്ള മറുപടി പറയുന്നു. പക്ഷെ എന്താണ് പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു മേൽക്കൂരയിലേക്ക് ചാടിക്കയറും. എന്നിട്ട് അത് നടക്കുന്ന ശബ്ദം കേൾക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് ഡോറും തുറന്ന് വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം ഓടി വന്ന് താഴേക്ക് വീഴുന്നതും ഇത് ചാടി ഹീറോയിൻ്റെ പുറകിൽ വന്നിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും ജെയിംസ് ഒരു കമ്പിയും കൊണ്ട് നേരെ ആ ഒരു ഗോസ്റ്റിനെ കുത്താനായിട്ട് ഓടിച്ചെന്ന അതിന് ഒരു ഒറ്റ കുത്ത്. പക്ഷെ ആ ഒരു ഗോസ്റ്റിന് ഒന്നും സംഭവിക്കുന്നില്ല. അതങ്ങനെ ആ ഒരു കമ്പി പിടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവൻ്റെ മുഖത്തങ്ങനെ പിടിച്ച് പതിയെ അവൻ്റെ വയറിലേക്ക് കൈ കൊണ്ടൊരു ഒറ്റ കുത്ത്. എന്നിട്ട് അവനെ തള്ളി താഴെ ഇട്ടിട്ട് നേരെ ഹീറോയിൻ്റെ മുന്നിലേക്ക് വരും. ഹീറോയിൻ്റെ മുന്നിലേക്ക് വന്ന് വീണ്ടും ജാപ്പനീസ് ഭാഷയിൽ എന്തൊക്കെയോ അവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മന്ത്രം പറയാൻ തുടങ്ങും. ആ ഒരു മന്ത്രം പറയുന്നതും നമ്മുടെ ഹീറോയും ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് അവിടേക്ക് ഇങ്ങനെ ഓടി വരും. അപ്പോഴേക്കും ഇവർ കാണുന്ന ആ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവിയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണിത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റ് അങ്ങനെ ഒരു തീ ഗോളമായിട്ട് മാറി മുകളിലേക്ക് ഉയർന്നിട്ട് ആ ഒരു ആകാശത്ത് ഒരുപാട് നേരം ഇവരുടെ മുന്നിൽ കിടന്ന് ആ ഒരു മന്ത്രം പറഞ്ഞിട്ട് അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്കോ കാണുന്ന നമുക്കോ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു തീഗോളം ഇവരുടെ മുകളിലായിട്ട് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ആ ഒരു തീഗോളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരിതിനു മുന്നേ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ചെയ്ത കാര്യങ്ങൾ, ഹീറോയുടെ ജീവിതത്തിൽ ഇതിനു മുന്നേ സംഭവിച്ച കാര്യങ്ങൾ, ജോണിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് ആ ഒരു നിമിഷം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ആ ഒരു തീഗോളം അതിന് മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റി നിന്ന് അവസാനം ആ ഒരു ഗോസ്റ്റ് അവിടെ നിന്നും ആ ഒരു മലയുടെ മുകളിലേക്ക് തന്നെ പറന്നു പോകുന്നു. അങ്ങനെ അത് പോകുന്നത് നമ്മുടെ ജോണിനെ കൊണ്ട് ഇവർ നേരെ ആശുപത്രിയിലേക്ക് പോവാണ്. അടുത്ത ദിവസം ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ജോൺ ഇപ്പോൾ മരിച്ചിട്ടില്ല. അതുമല്ല ആശുപത്രിയിൽ ആ ഒരു TV കാണിക്കുമ്പോഴത്തേക്കും ഇന്നലെ ആ ഒരു ഗ്രാമത്തിൽ ഏതൊരു വലിയ കരടി കയറിയിട്ട് നാശനഷ്ടം ഉണ്ടാക്കിയെന്നും അവിടുത്തെ ആ ഒരു വൃദ്ധനെ കൊന്നെന്നും അതേപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെ കൊന്നെന്നും പറഞ്ഞിട്ടാണ് ന്യൂസിലൂടെ ഇപ്പോൾ കാണിക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാനാണ് നീ പറഞ്ഞിട്ട് പോലും ആ ഒരു ശവപ്പെട്ടി പുറത്തേക്ക് എടുത്തത്, ഞാൻ കാരണമാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഒരിക്കലും അങ്ങനെയല്ല, ഒരു ഷാമനാവുന്നത് ആത്മാക്കളെ തടയാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഹീറോയിനും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് രക്തം പോയിട്ടുണ്ട്, അതേപോലെ നട്ടലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നതും അടുത്തത് നമ്മുടെ ഹീറോ നേരെ ആ ഒരു അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അവിടെ ചെന്നിട്ട് അപ്പൂപ്പൻ പറഞ്ഞിരുന്നല്ലോ ഈ കൊള്ളക്കാരി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ആ ഒരു ആയുധങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് അതിനകത്ത് നിന്ന് ഒരു ബുക്ക് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നത്. ആ ബുക്കിലാണെങ്കിൽ അപ്പൂപ്പൻ പറഞ്ഞ ആ ഒരു കൊള്ളക്കാരുടെ ചിത്രങ്ങളുണ്ട്. അങ്ങനെ ഹീറോ അവരെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ബുക്കിലൂടെ തന്നെ വായിച്ച് മനസ്സിലാക്കി അടുത്തത് നേരെ ആ ഒരു മല മുകളിലേക്ക് തന്നെ പോവാണ്. അതേസമയം ഇവിടെ ആശുപത്രിയിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അവളുടെ ഒരു അമ്മായിയും അതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുണ്ട്. ഇത് ഹീറോയിൻ്റെ ആരാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല ആ ഒരു പെൺകുട്ടി. അങ്ങനെ ഇവർ മൂന്നുപേരും അവിടേക്ക് വന്ന് ജെയിംസിൻ്റെ മുകളിലായിട്ട് എന്തോ ഒരു മന്ത്രം എഴുതിയ പേപ്പർ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇവരും ജെയിംസിൻ്റെ ഉള്ളിൽ ആത്മാക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ജെയിംസിനുള്ളിലെ ഒരു ആത്മാവുണ്ട്, ആ ഒരു ആത്മാവ് ഇപ്പോൾ പതിയെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ആത്മാവ് ഇപ്പോൾ ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്നിറങ്ങിയ ജാപ്പനീസ് ഗോസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ആത്മാവാണെന്ന്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ അവർ മണ്ണെല്ലാം തോണ്ടി അവസാനം കാണിക്കുമ്പോഴത്തേക്കും ഇന്നലെ രാത്രി അവിടെ നിന്ന് പറന്ന് ഇവിടേക്ക് വന്ന ആ ഒരു ജാപ്പനീസ് ഗോസ്റ്റിന്റെ ശരീരം ഉണ്ടല്ലോ ആ ഒരു ശരീരം ഈ മണ്ണിനടിയിൽ തന്നെ ഇരിക്കുന്നത് കാണുന്നതും ഹീറോ പെട്ടെന്ന് പേടിച്ചു പോവും. എന്നിട്ട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല, അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം
അങ്ങനെ ഹീറോ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നിട്ടാണ് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ ആ ഒരു കുഴിക്കുള്ളിലുള്ളത് ഒരു ക്രൂരനായിട്ടുള്ള ജാപ്പനീസ് പടയാളിയാണ്. പണ്ട് കാലത്ത് യുദ്ധത്തിനായിട്ട് ഇവിടേക്ക് വന്ന് ഈ ഒരു ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേരെ കൊന്ന് ഈ ഒരു ഭൂമി പിടിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു യുദ്ധത്തിൽ ആ ഒരു പടയാളി മരിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം ആ ഒരു ജാപ്പനീസ് പടയാളിയുടെ ശരീരം അന്നത്തെ രാജാക്കന്മാര് അവരുടെ ഈ ഒരു ഭൂമി മറ്റാരും വന്ന് കൈയടക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ ശരീരത്തിനുള്ളിൽ ഒരു കൂർത്ത കമ്പി മന്ത്രവാദമെല്ലാം ചെയ്ത് ആ ഒരു പടയാളിയുടെ ഉള്ളിലേക്ക് കയറ്റി അതിനുശേഷം അയാളുടെ ശരീരം തുന്നിക്കെട്ടി ആ ഒരു മലയുടെ മുകളിൽ കാവലിനായിട്ട് കുഴിച്ചിടുമായിരുന്നു ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഗിസു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജാപ്പനീസ് സന്യാസി ഉണ്ടല്ലോ, അയാൾ കൊറിയയിലുള്ള ജിയോങ് എന്ന് പറഞ്ഞ അവന്റെ കുടുംബത്തിലെ ആ ഒരു പട്ടാളക്കാരനായിട്ടുള്ള മുത്തശ്ശൻ അയാളെയും ഇതേ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യാനായിട്ട് പറയുമായിരുന്നു. കാരണം ആ ഒരു മുത്തശ്ശനാണെങ്കിൽ അത്രയും അറിയപ്പെടുന്ന ഒരാളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ, ഒരു പട്ടാളക്കാരനും കൂടി. അതുകൊണ്ട് അയാളുടെ കല്ലറ ഒരിക്കലും മറ്റാരും വന്ന് തോണ്ടിയിട്ട് ഇതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ആരും കണ്ടുപിടിക്കത്തുമില്ല. ആ ഒരു വിശ്വാസത്തിലാണ് അയാൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ തന്നെ കുഴിച്ചിടാനും പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ടീമും വന്നിട്ട് ഇത് കുഴിച്ചു തോണ്ടി ഇത്രയും പ്രശ്നങ്ങൾ വരുത്തി വെക്കുമെന്ന് അയാൾ വല്ല അറിയുന്നു? ഒരിക്കലുമില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ജാപ്പനീസ് ഗോസ്റ്റിന്റെ ഉള്ളിൽ ഒരു ഇരുമ്പ് ദണ്ടുണ്ട്, അതെങ്ങനെയെങ്കിലും പുറത്തെടുക്കണം. അത് പുറത്തെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതേപോലെ തന്നെ കൊള്ളക്കാരും അവരുപയോഗിച്ച ആയുധം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അവരാ ഒരു കൊള്ളക്കാരൊന്നും അല്ല. ആ ഒരു ജാപ്പനീസ് ഗോസ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ പുറത്തു വന്നപ്പോഴത്തേക്കും ആ ഒരു ഗോസ്റ്റിനെ വീണ്ടും പിടിച്ച് തളച്ച് ഈ ഒരു പെട്ടിക്കുള്ളിലാക്കി ഒരുപാട് മന്ത്രവാദങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിനെ ആ ഒരു പെട്ടിക്കുള്ളിൽ തന്നെ ആവാഹിച്ച് വെച്ചതേ അവരാണ്, അല്ലാതെ അവർ ആ ഒരു കൊള്ളക്കാരൊന്നുമല്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോൺ പറയുന്നുണ്ട്, ഇനി നമുക്ക് ആ ഒരു കാര്യം ചെയ്യണോ? ഇത്രയും അറിഞ്ഞിട്ട് നമുക്കിത് നിർത്താമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഹേയ് ഒരിക്കലുമില്ല, ഇത് നിർത്താൻ കഴിയത്തില്ല, നമുക്കിത് അവസാനിപ്പിക്കണം. നമുക്ക് ആ ഒരു ഗോസ്റ്റിനെ ഇല്ലാതാക്കിയേ പറ്റൂ. കാരണം ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ട് ഈ ഒരു തലമുറയിൽ. അതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു നാടാണിത്. ഇതില്ലാതാക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇവരെല്ലാവരും ആ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. ഇത്തവണ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പോകുന്നതിന് മുന്നേ ജെയിംസിന്റെ ശരീരത്തിൽ ഒരുപാട് മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെക്കും. അതേപോലെ തന്നെ ഇവരും മുഖത്തും ശരീരത്തെല്ലാം മന്ത്രങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ പോലീസ് തടഞ്ഞിട്ട് ഇവരുടെ മുഖത്ത് ഒരുപാട് എഴുത്തുകളെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അതെല്ലാം കാണുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരന് തന്നെ സംശയമുണ്ട്. ഇല്ല സാർ, ഞങ്ങൾക്ക് മലയുടെ മുകളിൽ ഒരു വസ്തുണ്ട്, അവിടെയുള്ള പുല്ലെല്ലാം വെട്ടാനായിട്ട് പോവാണ് ഇതെല്ലാം പറയുന്നതും ഈ മുഖത്ത് ഇതെല്ലാം വാരി തേച്ചുകൊണ്ട് ഇവർ ഈ പുല്ല് വെട്ടാൻ എന്തിനാ പോകുന്നത് എന്ന് ആ ഒരു പോലീസുകാരൻ വരെ ചിന്തിക്കും. എന്നിരുന്നാലും ഇവരെങ്ങനെയെങ്കിലും ആ ഒരു പോലീസുകാരനെ പറഞ്ഞു പറ്റിച്ച് നേരെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ഹീറോയിൻ ഇപ്പോൾ ഒരു സംശയം. ഹീറോയോട് ചോദിക്കും, സാർ നിങ്ങൾ പറഞ്ഞതുപോലെ അതിൻ്റെ ശരീരത്തിനുള്ളിൽ ആ ഒരു ഇരുമ്പ് കമ്പിയിലേക്ക് ചോദിക്കുമ്പോൾ അത് 100% ഉണ്ട് എന്നിങ്ങനെ പറയുന്നതും അടുത്തത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ വരുന്ന സമയത്ത് തന്നെ മീൻ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു മീനാണെങ്കിൽ ആ ഒരു കുഴിയിൽ നിന്നും ഈ കാടിനുള്ളിലായിട്ട് ഒരു വലിയ മരമുണ്ട്. ആ ഒരു മരത്തിനടുത്ത് വരെ ഈ ഒരു മീൻ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അങ്ങനെ ഒരുപാട് ദൂരം പലയിടങ്ങളിലായിട്ട് ഈ ഒരു മീനെല്ലാം ഇട്ട് ആ ഒരു മരത്തിനടുത്ത് വരെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് രാത്രി ആകുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു കുഴിയിൽ നിന്നും ആ ഒരു ജാപ്പനീസ് ഗോസ്റ്റ് ഉണ്ടല്ലോ, അത് പതിയെ എഴുന്നേറ്റ് ആ കുഴിയിലുള്ള മീനെടുത്ത് ഇങ്ങനെ കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു മീനുകൾ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് എടുത്തെടുത്ത് കഴിച്ച് ആ ഒരു മരത്തിനടുത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണുന്നത് നമ്മുടെ ഹീറോയിൻ നേരെ ആ ഒരു മരത്തിനടുത്തേക്ക് ഓടിയിട്ട് അവിടെ ഈ ഒരു പുകയെല്ലാം കത്തിച്ച് മരത്തിനുള്ളിൽ വെച്ച് അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹീറോയിൻ ആ ഒരു ഗോസ്റ്റിനെ കുറച്ചു നേരം അവിടെ പിടിച്ചു നിർത്തി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ജോണും ഈ ഒരു കുഴിയിലേക്ക് വന്ന് ആ ഒരു ഇരുമ്പ് കമ്പി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. കാരണം ഇവർക്കറിയത്തില്ല ഒരിക്കലും ആ ഒരു ജാപ്പനീസ് സൈനികന്റെ ശരീരത്തിനുള്ളിലാണ് ആ ഒരു കമ്പി ഒളിപ്പിച്ചെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കുഴിയിൽ എങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങുന്നതും ഹീറോയിൻ അവിടെ ആ ഒരു ഗോസ്റ്റിനോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു ഗോസ്റ്റിനെ തടഞ്ഞു നിർത്തി അതിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ ഒരുപാട് നേരമായിട്ട് ആ ഒരു കുഴിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു ഇരുമ്പ് കമ്പി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇവരാണെങ്കിൽ പേടിച്ചു പോയി. ഇപ്പോൾ ഹീറോ പറഞ്ഞത് കള്ളാണെന്നുള്ള രീതിയിലാണ് ജോൺ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അതേസമയം ഹീറോയിനാണെങ്കിൽ ഒരുപാട് നേരം ഇതിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു ജാപ്പനീസ് ഗോസ്റ്റ് അത് പെട്ടെന്ന് ഹീറോയിൻ്റെ പുറകിലേക്ക് വന്നിട്ട് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ഹീറോയിൻ ഈ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. കാരണം ഇത്രയും നേരം ഹീറോയിൻ ആ ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു ഗോസ്റ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കൊല്ലാനായിട്ട് മുന്നിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ സഹോദരി, സത്യം പറഞ്ഞാലേ അത് ഹീറോയിൻ്റെ സഹോദരിയുടെ ആത്മാവായിരുന്നു. കാരണം ഈ ഒരു മരത്തിനടുത്ത് വെച്ചാണ് ഹീറോയിൻ്റെ സഹോദരി മരണപ്പെട്ടത്. ഹീറോയിൻ്റെ സഹോദരിയും ഒരു ഷാമാൻ തന്നെയായിരുന്നു. ഇവിടെ വെച്ച് എന്തൊരു അപകടം സംഭവിച്ചാണ് ആ ഒരു സഹോദരി മരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹീറോയിൻ ഈ ഒരു മരത്തിനടുത്തേക്ക് തന്നെ ആ ഒരു ഗോസ്റ്റിനെ കൊണ്ടുവന്നത്.
അങ്ങനെ ഈ ഒരു സഹോദരിയുടെ ആത്മാവിനെ കാണുന്നതും അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി ഈ ഒരു കുഴിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോൺ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഹേയ് അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇതേപോലെ അതെന്നെ കൊല്ലാൻ വന്നു. അല്ല നിങ്ങൾക്ക് അവർ കമ്പി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും ഇല്ലില്ല കിട്ടിയില്ല, അത് ഹീറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നതും ജോൺ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഗോസ്റ്റ് വീണ്ടും ആ ഒരു തീഗോളമായിട്ട് മാറിയിട്ട് അങ്ങനെ പറന്നു പോകുന്നു. ഇവരാണെങ്കിൽ കാടിനുള്ളിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്ക് ഹീറോ ഇപ്പോഴും ആ ഒരു കുഴിയിൽ കിടന്നിട്ട് ഈ ഒരു കമ്പി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഒരു ഗോസ്റ്റ് പറന്ന് ആ ഒരു കുഴിയിലേക്ക് വന്ന് ഇറങ്ങുന്നതും ആഹാ നമ്മുടെ ഹീറോ പെട്ടുപോയി. ഹീറോ പേടിച്ച് അങ്ങനെ നിൽക്കുന്നതും ഹീറോയിനും ജോണും അവിടേക്ക് വന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട് സാർ നിങ്ങൾ മുകളിലേക്ക് കയറി അവിടെ നിൽക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്കാണെങ്കിൽ അനങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും ആ ഒരു ഗോസ്റ്റ് അതിൻ്റെ കൈ കൊണ്ട് ഹീറോയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത് അങ്ങനെ കുത്തി ഹീറോയെ താഴെ ഇടുന്നതും താഴെ വീഴുമ്പോഴത്തേക്കാണ് ഹീറോ ആലോചിക്കുന്നത് ആ ബുക്കിൽ വായിച്ച കാര്യങ്ങൾ. അങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഇരുമ്പിരിക്കുന്നത് ഈ ഒരു ഗോസ്റ്റിന്റെ ഉള്ളിലാണെന്ന്. അതേസമയം നമ്മുടെ ജോണും ഹീറോയിനും നേരെ താഴേക്ക് വന്നിട്ട് ഹീറോയെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഗോസ്റ്റ് പെട്ടെന്ന് അവർ രണ്ടുപേരെയും പിടിച്ച് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നേരം പിടിച്ചു. ഹീറോയിനാണെങ്കിലും മരിക്കാറായി, ജോൺ ആണെങ്കിലും മരിക്കാറായി. എന്ത് സംഭവിക്കുന്ന അറിയാതെ അവരിങ്ങനെ നിൽക്കുന്നതും ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിലുള്ള ആ ഒരു രക്തം ഉണ്ടല്ലോ അത് ഈ ഒരു ഗോസ്റ്റിനെ ഇതിനു മുന്നേ ഇവിടെ അടക്കം ചെയ്ത ആളുകളുണ്ടല്ലോ അവരുപയോഗിച്ചിരുന്ന ഒരു പിക്കാസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് മന്ത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അവൻ്റെ രക്തം അങ്ങനെ തടവിയിട്ട് ആ ഒരു പിക്കാസ് എടുത്ത് ഈ ഒരു ഗോസ്റ്റിൻ്റെ കാലിലേക്ക് ഒരു ഒറ്റ വെട്ട് ആ ഒരു വെട്ട് കൊള്ളുന്നതും ഈ ഒരു ഗോസ്റ്റിന് നല്ലതുപോലെ വേദനിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു ഗോസ്റ്റിനെ കൊല്ലാനുള്ള കാര്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവൻ്റെ വയറ് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും എഴുന്നേറ്റ് വന്നിട്ട് അതിൻ്റെ മുതുകിലേക്ക് ഒരു ഒറ്റ വിട്ട് അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനെ ജോണിനെ അത് തറയിലേക്ക് വിടും. എന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് തിരിയുന്നതും ഹീറോ വീണ്ടും അതിൻ്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വിട്ട് വെട്ടുകൊണ്ട് ഇത് താഴേക്ക് ഇരിക്കുന്നതും ഹീറോയ്ക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഇരുമ്പ് കമ്പിയുള്ളതെന്ന്. അതുകൊണ്ട് ഹീറോ ഒരു തവണ കൂടി ആ ഒരു രക്തം അതിൻ്റെ പിടിയിലേക്ക് ഇങ്ങനെ തേച്ചിട്ട് ഇതെടുത്ത് ഒരു ഒറ്റ വെട്ടിന് അതിന് 2 പീസാക്കി ആ ഒരു ഗോസ്റ്റിനെയും അവിടെ വെച്ച് ഇല്ലാതാക്കാണ്. എന്നിട്ട് ഹീറോയുടെ ബോധം പോയി നേരെ താഴെ വീഴുന്നതും ഹീറോ ഇപ്പോൾ മരിച്ചോ ഇല്ലെന്ന് നമുക്ക് കാണിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം TV ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് നടന്ന ആക്രമണത്തിന് കാരണം ഒരു കരടിയാണെന്ന് പറഞ്ഞിട്ട് കാട്ടിൽ കിടന്ന ഏതോ ഒരു കരടിയെ കാണിച്ച് പോലീസുകാർ അതിൻ്റെ പുറകെ ഇതിനെ ചുറ്റി നടക്കാണ്. അതാണ് ഇപ്പോൾ TV കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഹീറോ ഇങ്ങനെ രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ജോണിനും കുഴപ്പമൊന്നുമില്ല, അവനും ഇപ്പോൾ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങിയതിന് ശേഷം പിന്നീട് അവരുടെ ജീവിതം അവരെങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ജീവിക്കാൻ തുടങ്ങുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് അല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വரைക്കും ബൈ.